+1 ബോട്ടണിയുടെ 9th ചാപ്റ്ററായ ഫോട്ടോസിന്തസിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റ് റിയാക്ഷൻ ഓർ ഫോട്ടോ കെമിക്കൽ ഫേസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസിന്തസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ. അതിൽ ലൈറ്റ് റിയാക്ഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫേസാണ്. ഇത് നടക്കുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് റിയാക്ഷൻ നടന്നതിന് ശേഷം അതിൻ്റെ പ്രൊഡക്റ്റായി ATPയും NADPHും ഹൈലി എനർജി റിച്ച് ആയിട്ടുള്ള മോളിക്യൂൾസാണ് ATPയും NADPHും. ഈ ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് ലൈറ്റ് റിയാക്ഷൻ വഴി ഇവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ ലൈറ്റ് റിയാക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്ത ATPയും NADPHും ഉപയോഗിച്ചിട്ട് ഇവർ ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? ഗ്രാനയിൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ലൈറ്റ് റിയാക്ഷനെ നമ്മൾ 4 സ്റ്റെപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ലൈറ്റ് അബ്സോർപ്ഷൻ, സെക്കൻഡ് വാട്ടർ സ്പ്ലിറ്റിംഗ്, തേർഡ് വൺ ഓക്സിജൻ റിലീസ് ആൻഡ് ഫോർത്ത് വൺ ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH. അപ്പോൾ നമ്മൾ ലൈറ്റ് റിയാക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈ ഗ്രാനയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എവിടെ നടക്കുന്ന? ഗ്രാന. ഈ ഗ്രാനയിൽ തന്നെ നമ്മൾ തൈലക്കോഡ് മെംബ്രെയിനിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ തൈലക്കോഡിൻ്റെ മെംബ്രെയിനിൽ പിഗ്മെൻറ്റ്സ് ഉണ്ട്. ആ പിഗ്മെൻറ്റ്സ് 2 ഫോട്ടോ സിസ്റ്റമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. ഇതാണ് ഫോട്ടോ സിസ്റ്റം 1. ആ ഫോട്ടോ സിസ്റ്റം 1ൽ എന്തൊക്കെയുണ്ട്? മേജർ പിഗ്മെൻ്റ് ഉണ്ട്, ആക്സസറി പിഗ്മെൻറ്റും ഉണ്ട്. അതിന് നമ്മൾ ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ സിസ്റ്റം 1ൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ഇതാണ് ഫോട്ടോ സിസ്റ്റം 1. ഈ ഫോട്ടോ സിസ്റ്റം 1ൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ആരാ ഉള്ളത്? ഫോട്ടോ സിസ്റ്റം 1ൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ക്ലോറോഫിൽ A മോളിക്യൂൾ ഉണ്ട്. ആ ക്ലോറോഫിൽ A മോളിക്യൂൾ അബ്സോർവ് ചെയ്യുന്നത് 700 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് തന്നെയാണ് അബ്സോർവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളതിനെ P700 എന്ന് പറയുന്നു. ഇതാണ് ഫോട്ടോ സിസ്റ്റം 2. ഈ ഫോട്ടോ സിസ്റ്റം 2ൻ്റെ സെൻറ്ററിലുള്ള അല്ലെങ്കിൽ റിയാക്ഷൻ സെൻറ്ററിലുള്ള ക്ലോറോഫിൽ A മോളിക്യൂൾ അബ്സോർവ് ചെയ്യുന്നത് 680 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെയാണ്. അതുകൊണ്ട് നമ്മളതിനെ P680 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ലൈറ്റ് അബ്സോർപ്ഷൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഈ ഫോട്ടോ സിസ്റ്റംസ് ആണ്, അതല്ലെങ്കിൽ പിഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ പിഗ്മെൻറ്റ്സ് തൈലക്കോഡിൻ്റെ മെമ്പറിലുള്ള പിഗ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്നു. അപ്പോൾ ആ പിഗ്മെൻറ്റ്സിന് നമ്മൾ 2 ഫോട്ടോ സിസ്റ്റമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോട്ടോ സിസ്റ്റം 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ സിസ്റ്റം 2ൽ നിന്നും എങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ക്ലോറോഫിൽ A മോളിക്യൂൾ ഉണ്ട്. ആ ക്ലോറോഫിൽ A മോളിക്യൂൾ റിയാക്ഷൻ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ സിസ്റ്റം 2ൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന ക്ലോറോഫിൽ A മോളിക്യൂള് 680 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റ് റേനെ അബ്സോർവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ 680 നാനോമീറ്റർ വേവ് ലെങ്ത് അബ്സോർവ് ചെയ്യാൻ കഴിവുള്ള ഒരു ക്ലോറോഫിൽ A മോളിക്യൂളാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലോറോഫിൽ A മോളിക്യൂൾ 680 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോൾ അവയുടെ റിയാക്ഷൻ സെൻറ്ററിൽ നിന്നും ഒരു ഇലക്ട്രോൺ, ഇതാണ് ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ നേരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ ആ ഒരു ഇലക്ട്രോണെ മേടിക്കുന്നുണ്ട്. വെൻ PS2 അബ്സോർവ് റെഡ് ലൈറ്റ് ഓഫ് 680 നാനോമീറ്റർ വേവ് ലെങ്ത്, ഇലക്ട്രോൺസ് ആർ എക്സൈറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ആൻ ഇലക്ട്രോൺ അക്സെപ്റ്റർ. അപ്പോൾ ഫോട്ടോ സിസ്റ്റം 2ൻ്റെ റിയാക്ഷൻ സെൻറ്ററിലിരിക്കുന്ന ക്ലോറോഫിൽ A മോളിക്യൂൾ 680 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോൾ റിയാക്ഷൻ സെൻറ്ററിൽ നിന്നും ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ ആ ഇലക്ട്രോണെ മേടിക്കുന്നു. അതിനുശേഷം ദി ഇലക്ട്രോൺ അക്സെപ്റ്റർ പാസസ് ദം ടു എ ചെയിൻ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് സൈറ്റോക്രോംസ്. അതിനുശേഷം ആ ഇലക്ട്രോണിനെ ആരിലേക്ക് കൈമാറ്റം ചെയ്യുന്നു? ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടി ഇവർ ഫോട്ടോ സിസ്റ്റം 1ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനുള്ളിൽ സൈറ്റോക്രോമാണ് ഉള്ളത്. അപ്പോൾ ഈ സൈറ്റോക്രോമിൽ കൂടി അപ്പോൾ ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ത് ചെയ്യും?
ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ള സൈറ്റോക്രോമിൽ കൂടി ആ ഒരു ഇലക്ട്രോണിനെ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഫോട്ടോ സിസ്റ്റം 1ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു പിഗ്മെൻറ്റ്സ് ഓഫ് ഫോട്ടോ സിസ്റ്റം 1. അങ്ങനെ ഫോട്ടോ സിസ്റ്റം 2 റിയാക്ഷൻ സെൻറ്ററിൽ ഇരുന്ന നമ്മുടെ ഇലക്ട്രോൺസ് എവിടെ എത്തി? ഫോട്ടോ സിസ്റ്റം 1ലേക്ക് എത്തി. അതിനുശേഷം simultaneously electrons in photosystem 1 are also excited when they receive red light of 700 nanometer. അതിനുശേഷം ഇവിടെ എത്തിയ ഇലക്ട്രോൺ എന്ത് ചെയ്യും? വീണ്ടും ഇതിൻ്റെ സെൻറ്ററിലുള്ള റിയാക്ഷൻ സെൻറ്ററിലുള്ള ക്ലോറോഫിലെ മോളിക്യൂൾ 700 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെയാണ് അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലോറോഫിലെ മോളിക്യൂൾ 700 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോൾ ഫോട്ടോ സിസ്റ്റം 2 നിന്ന് വന്ന ആ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? വീണ്ടും എക്സൈറ്റഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ ആ ഇലക്ട്രോണിനെ മേടിക്കും. ആൻഡ് ദ ട്രാൻസ്ഫേർഡ് ടു അനദർ അക്സെപ്റ്റർ മോളിക്യൂൾ ഹാവിങ് ഗ്രേറ്റർ റിഡോക്സ് പൊട്ടൻഷ്യൽ. ദീസ് ഇലക്ട്രോൺസ് ആർ മൂവ്ഡ് ഡൗൺ ഹിൽ ടു എ മോളിക്യൂൾ ഓഫ് NADP+. എന്നിട്ട് ആ ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? NADP+ കൊടുക്കും. അപ്പോൾ NADP+ എന്തായിട്ട് മാറും? NADPH ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ആദ്യം എവിടെ ഇരുന്നത്? ഫോട്ടോ സിസ്റ്റം 2ൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന ഇലക്ട്രോണാണ്. അതെന്ത് ചെയ്യും? 680 നാനോമീറ്റർ വേവ് ലെങ്തുള്ള ലൈറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ മേടിക്കും. ഇതിനാണ് അപ്പ് ഹിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതിനുശേഷം ആ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി നേരെ ഫോട്ടോ സിസ്റ്റം 1ലേക്ക് ആ ഇലക്ട്രോണെ കൊടുക്കുന്നു. അതിനാണ് ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ട്രോൺ എവിടെ എത്തി? ഫോട്ടോ സിസ്റ്റം 1ലേക്ക് എത്തി. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും? ഫോട്ടോ സിസ്റ്റം 1ലെത്തിയ ആ ഇലക്ട്രോൺ വീണ്ടും അതിൻ്റെ റിയാക്ഷൻ സെൻറ്ററിലുള്ള ക്ലോറോഫിലെ മോളിക്യൂൾ 700 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ വീണ്ടും അപ്പ് ഹിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺ നടന്നതിന് ശേഷം ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ മേടിക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ ഇലക്ട്രോൺ അക്സെപ്റ്റർ NADP+ കൊടുക്കുന്നത്. അതൊരു ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ അപ്പ് ഹിൽ ആൻഡ് ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിക്സാഗ് ആയിട്ടാണ് നടക്കുന്നത്. ഇതുണ്ടോ? സിക്സാഗ് ആയിട്ട് ഒരു ഇസഡ് പോലെ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ സിക്സാഗ് ഷേപ്പിലുള്ള ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നമ്മൾ പറയുന്നത് ഇസഡ് സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോൺസ് ഒരു ഇസഡ് സ്കീമായിട്ടാണ്, ഒരു സിക്സാഗ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. Transfer of electron from PS2 to PS1 and finally downhill to NADP+ is called the Z scheme. Due to the zigzag shape, this name is formed when all the carriers are placed in a sequence on a redox potential scale. അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രോൺസ് ഈ സിക്സാഗ് ആയിട്ട് മൂവ് ചെയ്യുന്ന കാരണമാണ് നമ്മളിതിനെ Z scheme of light reaction എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം ഇസഡ് സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഇൻവോൾവ് ആണ്. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എവിടെയാണ് നടക്കുന്നത്? തൈലക്കോയ്ഡ് മെംബ്രെയിനിലാണ് ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതിൽ ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം ഇൻവോൾവ് ആണ്. ഇതിലെ ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം ആണ് നമ്മുടെ ലൈറ്റിനെ അബ്സോർവ് ചെയ്യണേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്ന ആ ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം ആണ്. അതിലുള്ള പിഗ്മെൻറ്റ്സ് ആണ്. ഇനി വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം. ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ഫോട്ടോ സിസ്റ്റം 2ലാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ഇലക്ട്രോൺസും ഇവിടുന്ന് എക്സൈറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ലൈറ്റിനെ 680 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോൺസും എക്സൈറ്റഡ് ആയിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഓരോ ഇലക്ട്രോണെ കിട്ടണം. അപ്പോൾ ഈ ഓരോ ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? വാട്ടർ സ്പ്ലിറ്റിംഗ് വഴിയായിട്ടാണ് ഇലക്ട്രോൺസിനെ ഫോട്ടോ സിസ്റ്റം 2ലേക്ക് കിട്ടുന്നത്. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് നടക്കുന്നത് ഇൻ അസോസിയേറ്റ് വിത്ത് ഫോട്ടോ സിസ്റ്റം 2. ഫോട്ടോ സിസ്റ്റം 2 ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത് 2 ഇലക്ട്രോണിനെയും 2 പ്രോട്ടോണിനെയും ഓക്സിജനെയുമാണ് അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓക്സിജൻ റിലീസ് നടക്കുന്നത്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുമ്പോഴാണ് ഓക്സിജനെ റിലീസ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? നേരെ ഈ ഫോട്ടോ സിസ്റ്റം 2ലേക്ക് കയറിയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഇനി ഈ പ്രോട്ടോൺ, അതായത് ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ് ആണല്ലോ, പോസിറ്റീവ് ചാർജുള്ള അയോൺസ് നമ്മൾ പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടോൺസിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഇനി വരുന്ന സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെപ്പറ്റി നോക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ, ലൈറ്റ് റിയാക്ഷൻ സ്റ്റെപ്പിൽ ലൈറ്റ് അബ്സോർപ്ഷൻ നമ്മൾ പഠിച്ചു.
വാട്ടർ സ്പ്ലിറ്റിംഗ് നമ്മൾ ഫോട്ടോസിസ്റ്റം 2 ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു. ഓക്സിജൻ റിലീസും അതേപോലെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത് എന്താ റിലീസ് ചെയ്യുന്നത്, ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം പഠിച്ചു. ഇനി എങ്ങനെയാണ് ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യണേ നമുക്ക് നോക്കാം. NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇസഡ് സ്കീമിൻ്റെ ഭാഗമായിട്ട് ആ ഇലക്ട്രോൺ അവസാനം ആരാ മേടിക്കുന്നത്, NADP+ മേടിച്ചിട്ട് എന്തായിട്ട് മാറും, NADPH ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ NADPH അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ATP എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, നമ്മൾ ഈ ഒരു ഇസഡ് സ്കീം നോക്കാൻ നേരത്ത് ഇവിടെ ADP+ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ATP എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ATP എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും ഇവിടെ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്, ഫോസ്ഫോറിലേഷൻ. ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ബൈ വിച്ച് ATP സിന്തസൈസ്ഡ് ബൈ ദ സെൽസ്. ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞാലോ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ, അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് എന്തിൻ്റെ പ്രസൻസിലാണ്, ലൈറ്റ് ഉള്ളത് കാരണമാണ് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് മാറുകയും ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന കാരണമാണ് ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രസൻസിലാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ 2 രീതിയിലാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ, നെക്സ്റ്റ് വൺ ഈസ് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അപ്പോൾ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഉണ്ട്, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇസഡ് സ്കീമാണ്. ആ ഇസഡ് സ്കീമിൽ ഇവിടെ ലൈറ്റ് ഫോട്ടോ സിസ്റ്റം 2 ഉണ്ട്. ഈ ഫോട്ടോ സിസ്റ്റം 2-ലെ റിയാക്ഷൻ സെൻറ്ററിലുള്ള ക്ലോറോഫിൽ എ മോളിക്യൂൾ 680 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് വന്ന് ലൈറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് പോകുന്നു. അവിടുന്ന് ഇങ്ങനെ ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് വഴി ഫോട്ടോ സിസ്റ്റം 1-ലേക്ക് എത്തുന്നു. അതിനുശേഷം ഫോട്ടോ സിസ്റ്റം 1 700 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം അത് NADP+ കൊടുത്ത് NADPH ആയിട്ട് മാറുന്നു. ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നോൺ സൈക്ലിക്, കാരണം ഇലക്ട്രോൺ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഫോട്ടോ സിസ്റ്റം 1-ൽ നിന്നാണ് ട്രാൻസ്ഫർ തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്ത്. ഇലക്ട്രോൺ അവസാനം ആർക്ക് എത്തി, NADP+ എത്തിയത്. അപ്പോൾ ആ NADP+ എത്തിയപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ ഇലക്ട്രോൺ എത്തിയോ, ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ സൈക്ലിക് ആണ്, അപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ ഇലക്ട്രോൺ എത്തിയില്ല. ഇനി ഫോട്ടോ ഫോസ്ഫോറിലേഷൻ പറയുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ നോൺ സൈക്ലിക് ആയിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അതിനിടയിൽ വെച്ച് എന്തുണ്ടായി, ATP പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് 2 ഫോട്ടോ സിസ്റ്റം ഇൻവോൾവ് ആണ്, ഫോട്ടോ സിസ്റ്റം 2 ആൻഡ് ഫോട്ടോ സിസ്റ്റം 1. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ 2 ഫോട്ടോ സിസ്റ്റം വർക്ക് ഇൻ എ സീരീസ്, ഫസ്റ്റ് ഫോട്ടോ സിസ്റ്റം 2 and then photo system 1 through an electron transport chain as seen in ഇസഡ് scheme. Here ATP and NADPH are synthesized. ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. ഈ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ്റെ ഭാഗമായിട്ടാണ് ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ATP ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു, NADPH ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ്റെ ഭാഗമായിട്ട് ATPയും പ്രൊഡ്യൂസ് ചെയ്തു, NADPHും പ്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ 2 ഫോട്ടോ സിസ്റ്റം ഇൻവോൾവ് ആണ്, ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം ഇൻവോൾവ് ആണ്. ഇറ്റ് ഈസ് എ നോൺ സൈക്ലിക് പ്രോസസ് ബിക്കോസ് ദ ഇലക്ട്രോൺസ് ലോസ്റ്റ് ബൈ PS2 ഡു നോട്ട് കം ബാക്ക് ടു ഇറ്റ് ബട്ട് പാസ് ഓൺ ടു NAD+. ഇത് നോൺ സൈക്ലിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇലക്ട്രോൺസ് ആർക്കാണ് നഷ്ടപ്പെട്ടത്, PS2-ന്, ഫോട്ടോ സിസ്റ്റം 2-ന് നഷ്ടപ്പെട്ടതിന് ശേഷം ഫോട്ടോ സിസ്റ്റം 2-ലേക്ക് ഇലക്ട്രോൺ റിട്ടേൺ ചെയ്ത് വന്നോ, ഇല്ല. അതെങ്ങോട്ടേക്കാണ് പോയത്, NADP+ലേക്കാണ് പോയത്. അതുകൊണ്ടാണ് നമ്മളിതിനെ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്താണെന്ന് നോക്കാം. ഈ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുന്ന മെയിനായിട്ടും സ്ട്രോമ ലാമെല്ലയിലാണ്. എന്താണ് സ്ട്രോമ ലാമെല്ല, 2 അഡ്ജസൻറ്റ് ഗ്രാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ല. ആ സ്ട്രോമ ലാമെല്ലയുടെ പ്രത്യേകത അവിടെ PS1 മാത്രമേ ഉള്ളൂ. അപ്പോൾ PS1, അതാണ് PS1. ഈ ഫോട്ടോ സിസ്റ്റം 1, ഫോട്ടോ സിസ്റ്റം 2 നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിൽ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. അപ്പോൾ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷന് ഒരൊറ്റ ഫോട്ടോ സിസ്റ്റം മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ, അത് PS1 ആണ്. അപ്പോൾ PS1-ൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ റിയാക്ഷൻ സെൻറ്ററിൽ ഒരു ക്ലോറോഫിൽ എ മോളിക്യൂൾ ഉണ്ട്. അത് 700 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റിനെ അബ്സോർവ് ചെയ്യുമ്പോൾ
അവിടുത്തെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ മേടിക്കും. നോർമലി അതിനെന്താ പിന്നീട് സംഭവിക്കുന്നത് എന്തായിരുന്നു? അത് NADP+ കൊടുക്കുകയെന്ന് ചെയ്ത് NADP+. അപ്പോൾ നോർമലി ഈ ഫോട്ടോസിസ്റ്റം 1ൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ യൂഷ്വലി അത് NADP+ എടുത്തിട്ട് NADPH ആയിട്ട് മാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ NADP+ ആ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ കൊടുക്കുന്നില്ല. ആ ഇലക്ട്രോണെ ഇവർ കൊടുക്കുന്നത് നേരെ തിരിച്ച് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്കാണ് കൊടുക്കുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നേരെ ആ ഒരു ഇലക്ട്രോണെ വീണ്ടും തിരിച്ച് ഫോട്ടോസിസ്റ്റം 1ലേക്ക് തന്നെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് തുടങ്ങിയെടുത്ത് ഇവിടെ തുടങ്ങി, അതിനുശേഷം ഇങ്ങോട്ട് പോയി ഇലക്ട്രോൺ അക്സെപ്റ്റർ ചെന്നിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി വീണ്ടും തിരിച്ച് ആ പഴയ പൊസിഷനിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. NADPH ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദ ഇലക്ട്രോൺസ് is circulated within the photosystem and ATP synthesized occurred due to cyclic flow of electrons. The lamellae of grana have PS1 and PS2. The stroma lamellae membrane lack photosystem 2 and NADP reductase. അപ്പോൾ ഗ്രാനയിലെ തൈലക്കോഡ് മെംബ്രെയിനിൽ മാത്രമേ ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2 ഉള്ളൂ. പിന്നെ സ്ട്രോമ ലാമെല്ലയിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ദ ഇലക്ട്രോൺ ഡസ് നോട്ട് പാസസ് ഓൺ ടു NADP+. ഇവിടെ ഈ ഫോട്ടോസിസ്റ്റം 1ൽ നിന്നും എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺ അക്സെപ്റ്റർ മേടിക്കുന്ന ആ ഒരു ഇലക്ട്രോണിനെ, ഇവിടെ വരുന്ന ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കുന്നില്ല? NADP+ന് കൊടുക്കുന്നില്ല. അത് എങ്ങോട്ട് പോകണം? നേരെ വീണ്ടും ഫോട്ടോസിസ്റ്റം 1ലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഹിയർ ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഹിയർ ATP സിന്തസൈസ്ഡ് നോ NADPH. ഇവിടെ ATP മാത്രമേ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ, NADPH സിന്തസൈസ് ചെയ്യുന്നില്ല. Cyclic photophosphorylation also occur when only light of wavelength beyond 680 nanometers are available. അപ്പോൾ ഈ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്ന 680 നാനോമീറ്ററിന് മുകളിലുള്ള ലൈറ്റ് റേസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുള്ളൂ. കാരണം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ അതിൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന ക്ലോറോഫിൽ മോളിക്യൂൾ അബ്സോർവ് ചെയ്യുന്ന 700 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെയാണ് അബ്സോർവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 680 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലും തമ്മിലുള്ള ഡിഫറൻസ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി എങ്ങനെയാണ് ATP ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ പോകുമ്പോൾ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുവെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു ഹൈപ്പോത്തിസിസ് പറയുന്നുണ്ട്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ATP ഉണ്ടാവുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ അതിനകത്ത് എന്താ പറയണമെന്ന് വെച്ചാൽ ഇറ്റ് എക്സ്പ്ലെയിൻ മെക്കാനിസം ഓഫ് ATP സിന്തസിസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ എങ്ങനെയാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. കെമി ഓസ്മോസിസ്, മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് അക്രോസ് സെമി പെർമൽ മെംബ്രെയിൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ആ അയോൺസ് എന്താണെന്ന് പറയാം. കെമി ഓസ്മോസിസ് നീഡ്സ് എ മെംബ്രെയിൻ, എ പ്രോട്ടോൺ പമ്പ്, എ പ്രോട്ടോൺ ഗ്രേഡിയൻ അക്രോസ് തൈലക്കോഡ് മെംബ്രെയിൻ ആൻഡ് ATP സിന്തേസ്. ഓക്കെ, അപ്പോൾ ഓവറോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ തൈലക്കോഡാണ് കാണിച്ചിരിക്കുന്നത്. ഈ റോസ് കളർ കാണിച്ചിരിക്കുന്ന തൈലക്കോഡ്. ഈ തൈലക്കോഡ് ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൈലക്കോഡിൻ്റെ മെംബ്രെയിനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫോട്ടോസിസ്റ്റം 1. അപ്പോൾ ഫോട്ടോസിസ്റ്റം 1ൽ എന്താണ് പ്രത്യേകം? എന്താണ് അത്? ലൈറ്റ് റേസിനെ അബ്സോർവ് ചെയ്യുന്നു. ഏത് വേവ് ലെങ്തിലുള്ള? 680 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്നൊരു ഇലക്ട്രോൺ ഇജക്റ്റഡ് ആവുന്നു എന്ന് പറഞ്ഞു. ഈ ഇജക്റ്റഡ് ആവുന്ന ഇലക്ട്രോണെ ആരാണ് മേടിക്കുന്നത്? ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ മേടിക്കുന്നു. ആ ഇലക്ട്രോൺ അക്സെപ്റ്ററിന് ഒരു പേരുണ്ട്, പ്ലാസ്റ്റോ ക്യുനോനിൻ. അപ്പോൾ പ്ലാസ്റ്റോ ക്യുനോനിൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ അതിനെ മേടിക്കുന്നു.
നമ്മൾ നേരത്തെ അതിനെ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. അതിന് പേരുണ്ട് പ്ലാസ്റ്റോക്വിനോൻ. പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. അതിനുശേഷം ആ പ്ലാസ്റ്റോക്വിനോൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കടത്തി വിടുന്നു. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ സൈറ്റോക്രോം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സൈറ്റോക്രോം B6F. അതിനുശേഷം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നും ഫോട്ടോ സിസ്റ്റം 1ലേക്ക് ആ ഇലക്ട്രോണെ കടത്തിവിടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് എക്സൈറ്റഡ് ആവുന്ന ഇലക്ട്രോണ് നേരെ പ്ലാസ്റ്റോക്വിനോൻ മേടിക്കുന്നു. പ്ലാസ്റ്റോക്വിനോനിൽ നിന്നും സൈറ്റോക്രോം B6F മേടിക്കുന്നു. അതിനുശേഷം ആ സൈറ്റോക്രോം B6F ആർക്ക് കൊടുക്കുന്നു, ഫോട്ടോ സിസ്റ്റം 1ന് കൊടുക്കുന്നു ത്രൂ പ്ലാസ്റ്റോസയാനിൻ. ഈ പ്ലാസ്റ്റോസയാനാണ് ആ ഇലക്ട്രോൺ ആർക്ക് കൊടുക്കുന്നത്, ഫോട്ടോ സിസ്റ്റം 1ന് കൊടുക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺ എവിടെ എത്തി, ഫോട്ടോ സിസ്റ്റം 1ലെത്തി. അതിനുശേഷം ഫോട്ടോ സിസ്റ്റം 1ലെത്തി ഇലക്ട്രോൺ വീണ്ടും എക്സൈറ്റഡ് ആവുന്നു. എങ്ങനെ എക്സൈറ്റഡ് ആവുന്നത്, വീണ്ടും 700 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റിനെ അബ്സോർവ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് ആ ഇലക്ട്രോൺ ആര് മേടിക്കുന്നു, NADP+ മേടിച്ചിട്ട് NADPH ആയിട്ട് മാറുന്നു. ഇതാണ് NADPH. അപ്പോൾ ഇത് സ്ട്രോമയാണ്, ഇത് സ്ട്രോമയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാന. ആ ഗ്രാനയുടെ പുറത്തേക്കുള്ള സ്ട്രോമയിലേക്കാണ് അവരെന്ത് നിക്ഷേപിച്ചേക്കുന്നത്, ആ ഒരു NADPH സ്ട്രോമയിലേക്ക് അവർ നിക്ഷേപിച്ചു. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് ഇലക്ട്രോൺ ഇങ്ങനെ പോയി മൂവ് ചെയ്ത് അവസാനം ഇലക്ട്രോൺ NADP+ന് NADPHലേക്ക് കൊടുത്തു. ഇതിനാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് ഈ പ്ലാസ്റ്റോക്വിനോനിൽ കൂടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു, സൈറ്റോക്രോമിൽ കൂടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് ഇതാണ് സ്ട്രോമ. ഈ സ്ട്രോമയിൽ നിന്നും H+ അയോൺസ് വെച്ചാൽ പ്രോട്ടോൺസ് ഈ തൈലക്കോയിഡിൻ്റെ ലൂമൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇതാണ് തൈലക്കോയിഡ് മെംബ്രെയിൻ. ഇത് അപ്പോൾ ഈ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ലൂമൻ്റെ ഉള്ളിലേക്ക്, തൈലക്കോയിഡ് ആ ഒരു അകത്തെ സ്പേസിനുള്ളിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രോട്ടോൺസ് ഉള്ളിലേക്ക് കയറും. അങ്ങനെ പ്രോട്ടോൺസ് ഉള്ളിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്ട്രോമയിലെ ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ ഈ തൈലക്കോയിഡ് ലൂമൻ, ഇത് തൈലക്കോയിഡ് ലൂമൻ എന്നാട്ടോ പറയുന്നത്, തൈലക്കോയിഡ് ലൂമൻ. അപ്പോൾ ഈ തൈലക്കോയിഡ് ലൂമൻ്റെ ഉള്ളിൽ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അത് കൂടാൻ മെയിനായിട്ട് 3 കാരണമാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടി ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്ട്രോമയ്ക്കുള്ളിൽ നിന്നും H+ അയോൺസ് ഉള്ളിലേക്ക് കയറുന്നു. രണ്ടാമത്തെ കാര്യം, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ സിസ്റ്റം 2 ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ ഉണ്ടാകുന്നത്, ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. ആ ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പ്രോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടോൺസ് H+ അയോൺസ്, ആ H+ അയോൺസ് ഈ ലൂമൻ്റെ അകത്താണ് കിടക്കുന്നത്. അപ്പോൾ അതും എന്തിന് കാരണമാകുന്നു, തൈലക്കോയിഡ് ലൂമൻ്റെ ഉള്ളിൽ പ്രോട്ടോണിൻ്റെ ഇൻക്രീസിന് കാരണമാകുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ NAD+ NADPH ആയിട്ട് മാറുമ്പോൾ ഈ സ്ട്രോമയിലുള്ള H+ ആണ് ഈ NADPHൻ്റെ കൂടെ കൂടിപ്പോകുന്നത്. അപ്പോഴെന്ത് ചെയ്യുന്നു, സ്ട്രോമയുടെ H+ അയോൺസ് കുറഞ്ഞു പോകുന്നു. അതേപോലെ തന്നെ ലൂമനുള്ളിലെ തൈലക്കോയിഡ് ലൂമനുള്ളിലെ H+ അയോൺസ് കൂടി വരുന്നു. അപ്പോൾ തൈലക്കോയിഡ് ലൂമൻ്റെ ഉള്ളിൽ H+ അയോൺ കോൺസെൻട്രേഷൻ കൂടാനുള്ള 3 കാരണമാണുള്ളത്. ഒന്നാമത്തെ കാരണം, സ്ട്രോമയ്ക്കുള്ളിൽ നിന്നും ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് H+ അയോൺസ് ഉള്ളിലേക്ക് കയറുന്നു. രണ്ടാമത്തെ കാര്യം, വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് H+ അയോൺസിനെ ലൂമൻ്റെ ഉള്ളിലേക്ക് റിലീസ് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, NADP+ NADPH ആയിട്ട് മാറുന്ന ഈ ടൈമിൽ സ്ട്രോമയ്ക്കുള്ളിലെ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈ ലൂമൻ്റെ തൈലക്കോയിഡ് ലൂമിനുള്ളിലെ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാവും. അപ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാകുമ്പോൾ സാധാരണ എന്ത് ചെയ്യും, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ തൈലക്കോയിഡ് ലൂമിൻ്റെ അകത്തുള്ള H+ അയോൺസ് കുറഞ്ഞ കോൺസെൻട്രേഷനുള്ള സ്ട്രോമയിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ അവർ ഇതുവഴിയാണ് മൂവ് ചെയ്യുന്നത്. ഇതാണ് ATP സിന്തേസ്. ATP സിന്തേസിൻ്റെ ഫംഗ്ഷൻ എന്താ, ഇതാണ് ATP സിന്തേസ്. ATP സിന്തേസിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ATP പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇതുവഴി വരുന്ന H+ അയോൺസും ഇതുവഴി ഉണ്ടാകുന്ന H+ അയോൺസും എന്ത് ചെയ്യും, ഇവിടെ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടി നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവർ ഈ ATP സിന്തേസ് വഴി പുറത്തേക്ക് പോകുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ATP പ്രൊഡ്യൂസ് ചെയ്യും. ആ ATP പ്രൊഡ്യൂസ് ചെയ്ത് നോക്കി ADP+ ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ADP എന്ന് വെച്ചാൽ അഡിനോസിൻ
ഡൈഫോസ്ഫേറ്റാണ്, 2 ഫോസ്ഫേറ്റേ ഉള്ളൂ. അതിനൂടെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ്, ഒരു ഫോസ്ഫേറ്റിനോട് കൂടി ചേർത്തിട്ട് ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ഇതും ഇവരെങ്ങോട്ടാണ് നിക്ഷേപിക്കുന്നത്? ഇത് സ്ട്രോമയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രോമയിലേക്ക് അങ്ങനെ എന്ത് വന്നു? ATP വന്നു. പിന്നെ സ്ട്രോമയിൽ ഓൾറെഡി എന്ത് കിടപ്പുണ്ട്? NADPH കിടപ്പുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ലൈറ്റ് റിയാക്ഷൻ്റെ ഫലമായിട്ട് തൈലക്കോയ്ഡ് മെംബ്രെയിനിൽ ഈ ലൈറ്റ് റിയാക്ഷൻ വഴി നടന്നതിന് ശേഷം സ്ട്രോമയിലേക്ക് ATPയും NADPH ഇവർ റിലീസ് ചെയ്യുന്നു. ഈ ATPയും NADPH ഉപയോഗിച്ചിട്ടാണ് ഇവർ ഡാർക്ക് റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിൽ ATP സിന്തേസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ATP സിന്തേസിൽ കൂടി പ്രോട്ടോൺസ് മൂവ് ചെയ്തിട്ടാണ്, ഇതാണ് ATP സിന്തേസ്. ATP സിന്തേസിൽ കൂടി ഈ പ്രോട്ടോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ 3 റീസൺസാണ് പറയുന്നത്. തൈലക്കോയ്ഡ് ലൂമനുള്ളിൽ ATPയുടെ പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടാനുള്ള 3 റീസൺസാണ് പറയുന്നത്. ഒന്നാമത്തെ, ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് സ്ട്രോമയിൽ നിന്നുള്ള ഇലക്ട്രോൺസ് തൈലക്കോയ്ഡ് ലൂമൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പ്രോട്ടോൺസ് ആർ ട്രാൻസ്പോർട്ട് അക്രോസ് ദ മെംബ്രെയിൻ ഡ്യൂറിങ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. പിന്നെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടോൺസ് ആർ ഓൾസോ റിമൂവ്ഡ് ഫ്രം ദ സ്ട്രോമ സൈഡ്. സ്ട്രോമ സൈഡിൽ നിന്നും പ്രോട്ടോൺസ് റിമൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? NADP പ്ലസിൽ നിന്ന് NADP പ്ലസ് NADPH ആയിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ അങ്ങോട്ടേക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ സ്പ്ലിറ്റിംഗ് വഴി ലൂമൻ്റെ ഉള്ളിലെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് തൈലക്കോയ്ഡ് ലൂമൻ്റെ അകത്തുള്ള പ്രോട്ടോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും അതുവഴി കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ട്രോമയിലേക്ക് പ്രോട്ടോൺസ് മൂവ് ചെയ്യുന്നത് ഈ ATP സിന്തേസ് വഴി മൂവ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. Hence, protons in the stroma are decreased, but in lumen protons are accumulated. It creates a proton gradient across the thylakoid membrane and decrease pH in the lumen. Breakdown of proton gradient leads to synthesis of ATP by ATP synthase enzyme. അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് റിയാക്ഷൻ ഭാഗമായിട്ട് ATPയും NADPHും ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡാർക്ക് റിയാക്ഷനിൽ, അതായത് ഈ ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ATPയും NADPH ഉപയോഗിച്ചിട്ട് ഈ സ്ട്രോമയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.